Hi dear students, next problem. Show that integral a to infinity 1 by x raised to p dx, where p is a constant and a greater than 0, converges if p greater than 1 and diverges if p less than or equal to 1. അതായത് നമ്മുടെ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എന്നത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് റൈസ് ടു പി ഡി എക്സ് എന്നത് കൺവേർജൻ്റ് ആണ് പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ, അതേപോലെ ഡൈവേർജൻ്റ് ആണ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മുടെ ക്വസ്റ്റ്യൻ എന്നത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. സോ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് റൈസ് ടു പി ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി integral a to b 1 by x raised to p dx. ഈ 1 by x raised to p നെ x raised to minus p എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ a to b x raised to minus p dx. ഇൻ്റഗ്രൽ x raised to minus p dx എന്ന് പറഞ്ഞാൽ x raised to minus p plus 1 ഡിവൈഡഡ് ബൈ മൈനസ് p plus 1 ആണ്. അപ്പോൾ അതവിടെ അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു മൈനസ് പി പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് പി പ്ലസ് 1 ലിമിറ്റ് എന്നത് എ ടു ബി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മൈനസ് പി പ്ലസ് 1നെ 1 മൈനസ് പി എന്ന് എഴുതാം. ദിസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ലിമിറ്റ് എന്നത് എ ടു ബി. നമ്മൾ ഈ 1 മൈനസ് പി എന്നതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ആ കോൺസ്റ്റൻ്റ് നമുക്ക് പുറത്തെടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് പി ഇൻറ്റു, ഇനി എക്സിന് എന്തെടുക്കണം, അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ബി കൊടുക്കുക. അപ്പോൾ ബി റേസ് ടു 1 മൈനസ് പി നമ്മുടെ ലിമിറ്റ് ഉണ്ടായിരുന്നു. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വേണം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എക്സിന് ബി എന്ന് കൊടുക്കുമ്പോൾ ബി റേസ് ടു 1 മൈനസ് പി മൈനസ് അടുത്ത ലോവർ ലിമിറ്റ് എ എന്ന് കൊടുക്കുക. അപ്പോൾ എ റേസ് ടു 1 മൈനസ് പി. ഇനി ലിമിറ്റ് ഡിഫറൻസ് റൂൾ പ്രകാരം രണ്ട് ടേമിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് പി ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി b raised to 1 minus p minus limit b tends to infinity a raised to 1 minus p. ഈ ടൈമിൽ എ റേസ് ടു 1 മൈനസ് പി എന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ എന്നത് ആ കോൺസ്റ്റൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, എ റേസ് ടു 1 മൈനസ് പി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് പി ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി മൈനസ് എ റേസ് ടു 1 മൈനസ് പി. നമുക്ക് ഈ ലിമിറ്റ് എന്താ നോക്കാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി. അത് നമുക്ക് പിക്ക് ഒരു വാല്യൂ കൊടുക്കാം. അതായത് പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ നോക്കാം. സപ്പോസ് പി ഈക്വൽ ടു 2. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി എന്താ വരിക, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് 2 എന്ന് വരും. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ബി റേസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു മൈനസ് 1, അതായത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ ബി എന്ന് വരും. ഇതിൻ്റെ ആൻസർ എന്താ, 0. 1 ബൈ ഇൻഫിനിറ്റി വരുമ്പോൾ 0 വരും. അപ്പോൾ പി എന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ലിമിറ്റ് എന്നത് 0 ആണ്. സോ പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ 0. ഇനി പി ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കാം, അതായത് പി ഈക്വൽ ടു സം മൈനസ് 2. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ്
പി എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പോൾ 1 മൈനസ് -2 ദാറ്റ് ഈസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി സ്ക്വയർ എന്ന് വരും. ഇതിൻ്റെ ആൻസർ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ പി എന്നത് ലെസ് ദാൻ 1 ആവുമ്പോൾ ആൻസർ ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 മൈനസ് പി ഇൻറ്റു ഇവിടെ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു 1 മൈനസ് പി എന്നത് പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇതിൻ്റെ ആൻസർ 0 ആണ്. അപ്പോൾ 0 മൈനസ് എ റേസ് ടു 1 മൈനസ് പി എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി. ഒരു മൈനസ് ഉണ്ടാവും. അപ്പം ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ് ഇസ് ഈക്വൽ ടു പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ ആൻസർ എന്നത് മൈനസ് എ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി. അപ്പോൾ മൈനസ് എ റേസ് ടു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ 1 മൈനസ് പി എന്ന് വന്നു. അതേസമയം പി ലെസ് ദാൻ 1 ആവുമ്പോൾ നമ്മുടെ ഈ ലിമിറ്റ് തന്നെ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ അത് മൊത്തത്തിൽ ഇൻഫിനിറ്റി ആയി. അപ്പോൾ ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മുടെ ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിന് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടിയത് പി ഗ്രേറ്റർ ദാൻ 1-ലാണ്. അതുകൊണ്ട് എൻ്റെ ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ് കൺവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ 1. ഓക്കെ, നെക്സ്റ്റ് പി ഈക്വൽ ടു 1 എന്താ നോക്കാം. നെക്സ്റ്റ് പി ഈക്വൽ ടു 1. പി ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്നത് ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി 1/x. പി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1/x ഡി എക്സ്. ഇനി ഇൻ്റഗ്രൽ 1/x പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എന്നത് എന്തായിട്ട് മാറും? ലോഗ് എക്സ് എന്നായിട്ട് മാറി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഇൻ്റഗ്രൽ എ ടു ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ലോഗ് ബി മൈനസ് ലോഗ് എ. അപ്പോൾ ഇവിടെ ലോഗ് ബി എന്നിടത്ത് ബി എന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ലോഗ് ബി എന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. സോ ടോട്ടൽ ആൻസർ എന്നതും ഇൻഫിനിറ്റി ആയിട്ട് മാറി. അപ്പോൾ പി ഈക്വൽ ടു 1-ലും പി ഈക്വൽ ടു 1 ആവുമ്പം ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ് ഡൈവേർജസ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x റേസ് ടു പി ഡി എക്സ് കൺവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അല്ലെങ്കിൽ ഒരു ഹോംവർക്കാണ്. ഇൻ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1/x³ ഡി എക്സ് എന്നത് കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പി ഗ്രേറ്റർ ദാൻ 1 ആണോ അതോ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.